ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീമദ് നാരായണീയത്തിലെ 100ാമത്തെ ദശകത്തിലാണ് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് ശ്രീകൃഷ്ണ ഭഗവാനെ ഗോലോക വൃന്ദാവനത്തിലെ സാക്ഷാൽ രാധാറാണിയോടുകൂടി എഴുന്നള്ളി നിൽക്കുന്ന ഭാവത്തിൽ കണ്ടത്. ആ ശ്ലോകങ്ങളെ ഇവിടെ നമ്മൾ ഉദ്ധരിക്കുന്നു. അഗ്രേ പശ്യാമി തേജോ നിബിഡതരകളായാവലീലോഭനീയം പീയൂഷാപ്ലാവിതോഹം തദനു തദുദരേ ദിവ്യകൈശോരവേഷം താരുണ്യാരംഭരമ്യം പരമസുഖരസാസ്വാദരോമാഞ്ചിതാംഗൈ ആവീതം നാരദാദിർവിലസതുപനിഷൽ സുന്ദരീ മണ്ഡലൈശ്ചാം. ഭട്ടതിരിപ്പാട് 99 ദിവസം നാരായണീയം കൊണ്ട് ഭഗവാനെ സേവിച്ചു. 100ാമത്തെ ദിവസം ഭട്ടതിരിപ്പാട് ഈ ഗ്രന്ഥം സമർപ്പിക്കാനായിട്ട് വന്ന സമയത്ത് ആദ്യം കാണുന്നത് ഭട്ടതിരിപ്പാട് തൻ്റെ ഗുരുനാഥനെയാണ് ആദ്യം കാണുന്നത്. തുഞ്ചത്ത് എഴുത്തച്ഛനെ കാണുന്നു. ഇപ്പോൾ എന്ത് പറയുന്നു എന്ന് ചോദിക്കുന്ന സമയത്താണ് ഭട്ടതിരിപ്പാട് കാണുന്നു തൻ്റെ മുമ്പിൽ ഇതേവരെ സാന്നിധ്യം ചെയ്തിരുന്ന ഭഗവാൻ ശ്രീലകത്തേക്ക് ആ രൂപത്തിലേക്ക് ആ ബിംബത്തേക്ക് ലയിച്ച് ചെയ്തിരുന്നതായിട്ട്. അപ്പം തനിക്ക് നേരിട്ട് കിട്ടിയിട്ടുള്ള അനുഭവം ഭട്ടതിരിപ്പാട് തൻ്റെ വാക്കുകളിൽ കൂടെ ലോകത്തിന് ഉത്ബോധിപ്പിക്കുന്നു. അഗ്രേ പശ്യാമി തേജ. ഞാനിവിടെ കാണുന്നത് ആദ്യം വിശേഷപ്പെട്ട ഒരു നീല ജ്യോതിസാണ് ഞാൻ കാണുന്നത്. അതോ നിബിഡ തരകളായാവലീലോഭനീയം, കായാമ്പൂക്കൾ ഒന്നിച്ച് ചേർന്നിട്ടുള്ള ദിവ്യമായിട്ടുള്ള ഒരു പ്രഭയാണ് ഞാൻ ആദ്യം കാണുന്നത്. അതിൽ കൂടെ നോക്കുന്ന സമയത്ത് പീയൂഷാപ്ലാവിതോഹം, ആനന്ദകരമായിട്ടുള്ള ഒരു അമൃതലഹരിയിൽ ലയിച്ചു ചേരുന്നത് പോലെ എന്നാണ്. പിന്നീട് സൂക്ഷിച്ച് നോക്കുമ്പോഴാണ് താരുണ്യാരംഭരമ്യം, ഏകദേശം ഒരു 11നും 16നും ഇടയ്ക്ക് പ്രായമുള്ള ഒരു ഉണ്ണിയുടെ രൂപത്തിനെ എനിക്ക് കാണാൻ സാധിക്കുന്നു. മനോഹരമായിട്ടുള്ള ആ ഭഗവാന് ചുറ്റുമായിട്ട് കാണാൻ സാധിക്കുന്നു. രാധാദി ഗോപികമാർ, നാരദാദി മഹർഷിമാർ, ഇവരെ ഒന്നിച്ച് കാണാൻ സാധിക്കുന്നു. സാക്ഷാൽ ഗോലോക വൃന്ദാവനത്തിൻ്റെ ദിവ്യമായിട്ടുള്ള ഒരു അത്ഭുതകരമായിട്ടുള്ള ദൃശ്യമാണ് ഭട്ടതിരിപ്പാടിന് ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്ത് കാണാൻ സാധിക്കുന്നത്. അതാണ് അഗ്രേ പശ്യാമി തേജോ നിബിഡ തരകളായാവലീലോഭനീയം പീയൂഷാപ്ലാവിതോഹം തദനു തദുദരേ ദിവ്യ കൈശോരവേഷം താരുണ്യാരംഭരമ്യം പരമസുഖരസാസ്വാദരോമാഞ്ചിതാംഗൈ. ഇത് കാണുന്ന സമയത്ത് ശരീരം മുഴുവൻ രോമാഞ്ചം അനുഭവപ്പെടുന്നു. കണ്ണ് അറിയാതെ നിറഞ്ഞു പോകുന്നു. വാക്ക് ഗൽഗതമായിട്ട് മാറുന്നു. അങ്ങനെയുള്ള ആ രൂപത്തിനെ ഞാൻ കാണുന്നു എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. അപ്പോൾ ആത്മസാക്ഷാത്കാരത്തിൻ്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള അവസ്ഥ എന്താണ്? ശ്രീകൃഷ്ണ ഭഗവാനെ പൂർണ്ണമായിട്ടുള്ള രൂപത്തോടു കൂടെ കാണാൻ സാധിക്കുക എന്നത് ദിവ്യമായിട്ടുള്ള ദൃശ്യമാണ് ഈ ശ്ലോകത്തിൽ കൂടെ നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നത്. ഹരേ കൃഷ്ണ.